ഗോൾഡൻ ടെമ്പിളാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ ടിബറ്റിയൻ ബുദ്ധമത പഠന കേന്ദ്രമായ സുവർണ ക്ഷേത്രത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. കർണാടകയിലെ ഗ്രാമീണ ജില്ലയായ കുടകിനടുത്തുള്ള തുഷാര നഗറിൽ നിന്നും 5 കിലോമീറ്റർ മാറി വൈലിക്കുപ്പിയിലാണ് ഈ സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ എൻട്രൻസ് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്ന് കയറുമ്പോൾ ഒരു സ്കൂൾ ഗ്രൗണ്ടൊക്കെ പോലെ തോന്നിക്കുന്ന തരം ഒരു വലിയൊരു ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. അതിന് ചുറ്റും അതിൻ്റെ മതിൽക്കെട്ടുകൾ പോലെ ഒരു 3-4 നിലയുള്ള കെട്ടിടങ്ങൾ കാണാം. ഇതിലാണ് നമ്മുടെ ടിബറ്റിയൻ ബുദ്ധ സന്യാസിമാരും അവിടെ ഗവേഷണത്തിന് വന്നവരും ഗവേഷണ സ്റ്റുഡൻസും എല്ലാം താമസിക്കുന്നത്. അത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. അവിടെ അവരുടെ ഡ്രസ്സും ആ കെട്ടിടങ്ങളും എല്ലാം ഏകദേശം ഒരേ ഒരു പാറ്റേണിലാണ് ഉള്ളത്. അപ്പോൾ നമുക്കിതിന് ചുറ്റുമായിട്ട് കുറേ ടിബറ്റിയൻ ഷോപ്പുകളും കാണാം. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ടിബറ്റിയൻ നമ്മുടെ സുവർണ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ദൂരെ കാണുന്നതാണ് നമ്മുടെ സുവർണ ക്ഷേത്രത്തിൻ്റെ ആദ്യ ഗോപുരം, പ്രധാന ഗോപുരം. ആ മെയിൻ ഗോപുരത്തിന് മുകളിലായിട്ട് നമുക്ക് ടിബറ്റിയൻ ആത്മീയ നേതാവായിട്ടുള്ള ദലൈ ലാമയുടെ ഒരു പടുകൂറ്റൻ ചിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ കയറി വരുമ്പോഴുള്ള എൻട്രൻസ് ക്ലോസ് ചെയ്തേക്കാണ്. അപ്പോൾ ആ ഡോറ് ക്ലോസ് ചെയ്തുകൊണ്ട് നമ്മൾ അടച്ചു എന്ന് ആദ്യം വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ല, അതിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു വാതിലിൽ കൂടെയാണ് ഉള്ളിലേക്ക് കയറുന്നത്. ചെരുപ്പ് ഊരി വെച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ. അപ്പോൾ നമ്മളിവിടെ ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇതാണ് അതിന് ഉള്ളിലെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിമനോഹരമായിട്ട് ഒരുക്കിയിരിക്കുന്നു. ഫുള്ള് ചുവർ ചിത്രങ്ങളൊക്കെ ആയിട്ട് ചെയ്തിരിക്കുകയാണ്. അതിനുള്ളിൽ കുറേ ബുദ്ധ സന്യാസിമാരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആയിരത്തി 1963 ടിബറ്റിയൻ സന്യാസിയായ റുബാൻ പത്മരൂപോ റിംപോച്ചെയാണ് ഈ സുവർണ ക്ഷേത്രം സ്ഥാപിച്ചത്. ഏകദേശം 5000-ൽ പരം സന്യാസിമാരും അതുകൂട്ട് ഗവേഷണ വിദ്യാർത്ഥികളുമാണ് ഇവിടെ ഉള്ളത്. അവിടുത്തെ 2 ക്ഷേത്രങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ച് തൊഴുത് അവിടെയെല്ലാം കണ്ടിറങ്ങി. അടുത്ത് ഇവിടുത്തെ മെയിനായിട്ടുള്ള ബുദ്ധ പ്രതിമയൊക്കെയുള്ള ഒരു സ്ഥലമാണ് ആ കാണുന്നത്. നമ്മൾ അവിടേക്ക് നടക്കുകയാണ്. അവിടേക്ക് പോകുന്ന ടൈമിൽ അവിടെ ടിബറ്റിയൻ്റെ വലിയൊരു മണിയും കാര്യങ്ങളും അവരുടെ കുറേ വിളക്കുകൾ കൊളുത്തി വെച്ചിരിക്കുന്ന കുറച്ച് ഏരിയയൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ആ വഴി നമുക്ക് ആ ഒരു ബുദ്ധ പ്രതിമയുള്ള ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് പോകാം. ഇതാണ് ഞാൻ പറഞ്ഞ അവരുടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്ന ഒരു ഏരിയ. അവിടെ കുറേ വിളക്കുകളുണ്ട് കേട്ടോ. അത് ഇങ്ങനെ കത്തിയിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അവിടെ കയറണമെങ്കിലും ചെരുപ്പ് അങ്ങനെ ഫ്രണ്ടിൽ നമുക്ക് ഊരിയിടാൻ പറ്റില്ല. അതിൻ്റെ സൈഡിൽ ചെരുപ്പൊക്കെ വെക്കുന്ന ഒരു കൗണ്ടറുണ്ട്. അവിടെ നമ്മൾ ചെരുപ്പ് കൊടുക്കുക. ഒരു പെയറിനും 3 റുപ്പീസ് കൊടുത്ത് നമുക്ക് അവിടെ ചെരുപ്പ് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നതിൻ്റെ തിരക്കിലാണെന്ന് തോന്നുന്നു. ഈ 3 പ്രതിമകളാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. മധ്യഭാഗത്തായി കാണുന്നത് ബുദ്ധമത സ്ഥാപകനായ ബുദ്ധ ചാക്യാമുനിയുടേതും ഇടതുവശത്ത് കാണുന്നത് ഗുരു പത്മസാംഭവയുടേതും വലതുവശത്ത് കാണുന്നത് ബുദ്ധ അമുദായൂസിൻ്റെയും പ്രതിമകളാണ്. ഗുരു പത്മസാംഭവ ഗുരു റിംപോച്ചെ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ശ്രീ ബുദ്ധൻ്റെ പ്രതിമയ്ക്ക് 60 അടി ഉയരവും ബാക്കി 2 പ്രതിമകൾക്കും 58 അടി ഉയരവുമാണുള്ളത്. സ്വർണം പൂശിയ ചെമ്പുകളാൽ നിർമ്മിച്ച പ്രതിമകളാണിവ. അങ്ങനെ ഉള്ളിലേക്ക് കണ്ട് നമ്മളിതേ പുറമേ ഇറങ്ങിയിരിക്കുകയാണ്. അതിമനോഹരമായിട്ട് ഗാർഡനൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ചെടികളൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇപ്പോഴും അവിടെ മെയിൻറ്റെയിൻസ് നടക്കുന്നുണ്ട്. കുറേ പേരൊക്കെ ഇരുന്നിട്ട്, കുറച്ച് സ്ത്രീകളൊക്കെ അവിടെ ഇരുന്നിട്ട് ആ പുല്ലുകളെല്ലാം കറക്റ്റ് ലെവലാക്കി വെക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിതിന് പുറത്തോട്ട് ഇറങ്ങി ഇതിന് ചുറ്റും നോക്കിയാലും ചുറ്റും നമുക്ക് കുറേ ബിൽഡിങ്ങുകൾ കാണാം. ആ ബിൽഡിങ്ങുകളെല്ലാം ഇവർ താമസിക്കുന്ന ബുദ്ധ സന്യാസിമാരും ഈ ഗവേഷകരും ഒക്കെ താമസിക്കുന്ന ബിൽഡിങ്ങുകളാണ്. പിന്നെ നമ്മൾ ഈ കാണുന്ന ബിൽഡിങ് അവിടുത്തെ ഒരു സ്കൂളാണ്. അപ്പോൾ നിങ്ങൾ കൂർഗിൽ വരുന്ന ടൈമിൽ ഈ ഒരു സ്ഥലം, ഗോൾഡൻ ടെമ്പിൾ, സുവർണ ക്ഷേത്രം, മൊണാസ്ട്രി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു സ്ഥലം സന്ദർശിക്കാൻ മറക്കരുത്. ടിബറ്റിയൻസ് പ്രാദേശികമായി നിർമ്മിച്ചിട്ടുള്ള കുറച്ച് കരകൗശല വസ്തുക്കളുടെയൊക്കെ കുറച്ച് കടകൾ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറി കുറച്ച് പർച്ചേസൊക്കെ നടത്തി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.
ബൈ ബൈ.